മാർച്ച് മാസത്തിലെ PSC ബുള്ളറ്റിനാണ് നോക്കുന്നത്. 2023 ജ്ഞാനപീഠ പുരസ്കാരം വിഖ്യാത ഉറുദു കവി ഗുൽസാറിനും പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാമഭദ്രാചാര്യർക്കും 21 ലക്ഷം രൂപയും വാഗ്ദേവി ശില്പവും അടങ്ങുന്ന പുരസ്കാരം ലഭിച്ചു. അപ്പോൾ 21 ലക്ഷമാണ് ഇത്തവണ ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തത് 2 പേർക്ക്. ഒരു ഉറുദു കവി ഗുൽസാറും സംസ്കൃത പണ്ഡിതൻ രാമഭദ്രാചാര്യർക്കും. അപ്പോൾ ഉറുദു കവി ഗുൽസാർ, സംസ്കൃതം രാമഭദ്രാചാര്യർ. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS വിജയകരമായി വിക്ഷേപിച്ചു. കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS. ഏഷ്യൻ ബാഡ്മിൻ്റൺ വനിതാ വിഭാഗത്തിൽ ഇന്ത്യക്ക് സ്വർണം. ഫൈനലിൽ തായ്ലൻഡിനെ തോൽപ്പിച്ചാണ് ചരിത്ര നേട്ടം കൈവരിച്ചത്. മികച്ച ജില്ലാ പഞ്ചായത്തിനും മികച്ച കോർപ്പറേഷനുമുള്ള 2022-23 സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനും ലഭിച്ചു. അപ്പോൾ 22-23 സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം, മികച്ച കോർപ്പറേഷനും തിരുവനന്തപുരം. സംസ്ഥാന റവന്യൂ അവാർഡുകളിൽ തിരുവനന്തപുരം കളക്ടറേറ്റ് മികച്ച കളക്ടറേറ്റായും ശ്രീ ജെറോമിക് ജോർജ് മികച്ച ജില്ലാ കളക്ടറായും തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം 12.77 കിലോമീറ്റർ T50 എന്നറിയപ്പെടുന്ന ജമ്മു ദംപൂർ ബാരാമുള്ള പാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം T50 എന്നറിയപ്പെടുന്ന ജമ്മു ദംപൂർ ബാരാമുള്ള റെയിൽവേ പാലം 12.77 കിലോമീറ്റർ. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ് ബഫ്ത അവാർഡ്. ഓപ്പൺഹൈമറിന് മികച്ച ചിത്രത്തിനുള്ള അവാർഡ്. സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, നടൻ കിലിയൻ മർഫി തുടങ്ങി 7 പുരസ്കാരങ്ങൾ ഓപ്പൺഹൈമറിന് ലഭിച്ചു. പുവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിന് എമ്മ സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമെന്ന ചരിത്ര നേട്ടം അമേരിക്കയുടെ ഒഡീസിയസ് സ്വന്തമാക്കി. ഉപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമെന്ന ചരിത്ര നേട്ടം അമേരിക്കയുടെ ഒഡീസിയസ് സ്വന്തമാക്കി. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരിക്കുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയന് സി അച്യുതമേനോൻ്റെ റെക്കോർഡാണ് മറികടന്നത്. അപ്പോൾ തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ. സി അച്യുതമേനോൻ്റെ റെക്കോർഡാണ് മറികടന്നത്. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യ സംഘത്തെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നയിക്കും. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പി റാഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന്. സന ഇർഷാദ് മട്ടുവിന് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ്. പുലിറ്റ്സർ പുരസ്കാര ജേതാവായ ഇർഷാദ് മട്ടു കാശ്മീർ സ്വദേശിനിയാണ്. ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് കുറേറ്ററായ ആദ്യത്തെ വനിതയാണ് ജസീന്ത കല്യാൺ. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് പിച്ച് കുറേറ്ററാണ് ജസീന്ത കല്യാൺ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി മുൻ നിയമ സെക്രട്ടറി വി ഹരിനായരെ നിയമിക്കും. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വി ഹരിനായർ കേരളത്തിലെ. വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ഗോംബസ് സാമുരിനോറം. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് നാമീബിയൻ താരം ജാൻ നിക്കോൾ ലോഫി ഈറ്ററിന്. നേപ്പാളിനെതിരായ മത്സരത്തിൽ 33 പന്തിലാണ് താരം സെഞ്ചുറി നേടിയത്. സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം സാഹിത്യകാരൻ എം മുകുന്ദന്. ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം എം മുകുന്ദന്. കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോർട്ടി എം ചാക്കോ. കേരള ബാങ്കിൻ്റെ CEO ആരാണ്? ജോർട്ടി എം ചാക്കോ. പ്രഭാവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായി ചുമതലയേറ്റു. പ്രഭാവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി വിപിൻ ചന്ദ്ര അഞ്ചാരിയ നിയമിതനായി. കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് വിപിൻ ചന്ദ്ര അഞ്ചാരിയ. ലോക്പാലിൻ്റെ അധ്യക്ഷനായി സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് AM ഖാൻവിൽക്കറെ രാഷ്ട്രപതി നിയമിച്ചു. നിലവിലെ ലോക്പാൽ ആരാണ്? AM ഖാൻവിൽക്കർ. കരസേന ഉപമേധാവിയായി ലഫ്റ്റനൻറ്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേറ്റു.
മുൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. 2006 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ബോളിവുഡ് യുവനടി സുഹാസിനി ഭട്നഗർ അന്തരിച്ചു. ദംഗൽ എന്ന സിനിമയിലെ ബാലതാരമാണ് സുഹാസിനി. ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസം മൈക്ക് പ്രോക്ടർ അന്തരിച്ചു. ജൈന ആചാര്യൻ വിദ്യാസാഗർ മഹാരാജ് അന്തരിച്ചു. വിഖ്യാത നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ ഫാലിയസ് നരിമാൻ അന്തരിച്ചു. മുൻ രാജ്യസഭാ അംഗവും പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമാണ് ഫാലിയസ് നരിമാൻ. കഥകളി ആചാര്യൻ വാഴയങ്കട വിജയൻ അന്തരിച്ചു. കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പലാണ് വാഴയങ്കട വിജയൻ. പ്രശസ്ത സിനിമാ സംവിധായകൻ കുമാർ സാഹ്നി അന്തരിച്ചു. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരം സാറ ജോസഫിൻ്റെ എസ്തർ എന്ന നോവലിന്. യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് രജനി സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതി അർഹമായി. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരം സാറ ജോസഫിൻ്റെ എസ്തർ എന്ന നോവലിനും യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം രജനി സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷുക്കുടുക്കയ്ക്കും. അപ്പോൾ മലയാറ്റൂർ പുരസ്കാരം ഈ വർഷം സാറ ജോസഫ് എസ്തർ, യുവ പുരസ്കാരം രജനി സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക. വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ഷബ്നിം ഇസ്മായിലിന്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ഡൽഹി ക്യാപിറ്റലിനെതിരെ മത്സരത്തിൽ 132.1 km/h വേഗത്തിൽ പന്തെറിഞ്ഞാണ് മുംബൈ ഇന്ത്യൻസ് താരം റെക്കോർഡിട്ടത്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്ക് 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ കിരീടം ക്രിസ്റ്റീന പിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്. ലെബനൻ്റെ യസ്മീന സൈമൻ ആണ് 2ാം സ്ഥാനം. ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടിക്ക് ടോപ്പ് 4-ൽ ഇടം നേടാൻ കഴിഞ്ഞു. 71ാമത് മിസ് വേൾഡ് മത്സരം നടന്നത് ഇന്ത്യയിലാണ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണ ഏഷ്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണ ഏഷ്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല MG സർവകലാശാല കോട്ടയം. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല കോട്ടയം. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യത്തെ ജില്ലയാണ് വയനാട്. അപ്പോൾ ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യത്തെ ജില്ലയാണ് വയനാട്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവികത്താവളമാണ് INS ജഡായു. ഇതൊക്കെ നോക്കി വയ്ക്കണം. മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന നാവികത്താവളം INS ജഡായു. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മിഷൻ ദിവ്യാസ്ത്ര എന്നതായിരുന്നു അതിൻ്റെ പേര്. ഇത് നോക്കണം, മിഷൻ ദിവ്യാസ്ത്ര. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെല തുരങ്കം അരുണാചൽ പ്രദേശിൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ സെല തുരങ്കം അരുണാചൽ പ്രദേശിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ. 8 വരി എലവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ. അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷയ്ക്ക് PK രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അമൃത പ്രീതത്തിൻ്റെ അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷയ്ക്ക് അമൃത പ്രീതം എഴുതിയ അക്ഷരവും കി ഛായ എന്ന കൃതി അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ
എന്ന് പരിഭാഷപ്പെടുത്തിയതിന് PK രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. പരിഭാഷയ്ക്ക്. 96ാമത് ഓസ്കാർ. 96ാമത് ഓസ്കാർ അവാർഡിൽ 7 പുരസ്കാരങ്ങളുമായി 13 നോമിനേഷൻ പോയതിൽ 7 പുരസ്കാരങ്ങൾ ഓപ്പൺഹൈമറിന് ലഭിച്ചു. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, നടൻ, സഹനടൻ പിന്നെ തുടങ്ങിയ 7 പുരസ്കാരങ്ങൾക്കാണ് ഓപ്പൺഹൈമർ പുരസ്കാരം നേടിയത്. ഓക്കെ, അപ്പോൾ മികച്ച ചിത്രം ഓപ്പൺഹൈമർ, സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, നടൻ കിലിയൻ മർഫി, സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. ഓക്കെ, മറ്റു പുരസ്കാരങ്ങൾ: മികച്ച നടി എമ്മ സ്റ്റോൺ, പുവർ തിങ്സ്, സഹനടി ഡിവൈൻ ജോയ് റാൻഡോൾഫ്, സഹനടി ഡിവൈൻ ജോയ് റാൻഡോൾഫ്. മലയാളിയായ AS രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായി. AS രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായി. വനിതാ ശിശു ക്ഷേമ വകുപ്പിൻ്റെ വനിതാരത്ന പുരസ്കാരത്തിന് ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകുട്ട് എന്നിവർ അർഹരായി. ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വനിതാരത്ന പുരസ്കാരം ലഭിച്ചത് ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകുട്ട്. ഈ 4 പേർക്കാണ് പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂപോർട്ട് മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂപോർട്ട് മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സ്റ്റാർ ഓഫ് ദ മന്ത് പുരസ്കാരം ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാളിന്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം സി സ്പേസ് നിലവിൽ വന്നു. രാജ്യത്തെ ആദ്യ സർക്കാർ OTT സംരംഭമാണ് സി സ്പേസ്. സി സ്പേസും അതുപോലെ K-ഫോണും ഒരേ ഡേറ്റിലാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്, ജൂൺ 5-ന്. ഓക്കെ, നെതർലൻഡിലെ ഇർസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന 2024 ഇറാസ്മസ് പ്രൈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാവ് ഘോഷിന്. നെതർലൻഡിൻ്റെ ഇർസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന ഇറാസ്മസ് പ്രൈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാവ് ഘോഷിന്. തിരക്കഥാകൃത്തും ഡോക്യുമെൻ്ററി സംവിധായകനുമായ നിസാം റാവുത്തർ അന്തരിച്ചു. പ്രശസ്ത ചരിത്രകാരൻ, ദളിത് ബന്ധു എന്നറിയപ്പെടുന്ന NK ജോസ്. അപ്പോൾ ദളിത് ബന്ധു എന്നറിയപ്പെടുന്നത് NK ജോസ് അന്തരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ സുരേന്ദ്രൻ ബാബു അന്തരിച്ചു. അപ്പോൾ ഇത്രയുമാണ് മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സ്.